ഓക്കെ ഒരു അങ്ങനെ പറ്റിപ്പല്ല എന്നുള്ളത് മനസ്സിലായി. ഭയങ്കര പ്രതീക്ഷ ഒന്നുമില്ല, നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഐ ജസ്റ്റ് സ്ട്രഗിൾ ഫോർ എ വൈൽ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് തന്നെയായിരുന്നു. എല്ലാ വിഷമം വന്നാലും എല്ലാ വിഷമം പോയി സംസാരിക്കുന്ന സ്പോട്ട് കലക്കുന്നു. ഐ തിങ്ക് ഫോർ എല്ലാവർക്കും അത് തന്നെയാണ്. എനിക്ക് മനസ്സിലായി, ഡാൻസ് തന്നെയാണ് എന്റെ കോൺസ്റ്റന്റ്. ചിത്രത്താഴിലേക്ക് ചില നാഗവല്ലി ചില റിലേഷൻസിൽ ഞാൻ ഭയങ്കര ഓണസ്റ്റ് ആൻഡ് ലോയലാണ്. ഘട്ടത്തിൽ ലോയലായിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പോസിറ്റീവ് പോയിന്റ്. ഇവിടെ എന്തായാലും പാടില്ല, നിർബന്ധിക്കേണ്ട. രണ്ട് കൂട്ടരും എനിക്ക് ഇമ്പോർട്ടന്റ് ആണ് ലൈഫിലെ രണ്ട് സിറ്റുവേഷനിലെ. അതെ, എന്റെ രണ്ട് ഫേസിൽ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത രണ്ട് ഗ്രൂപ്പ്സ് ആണ്. സോ ഇത് വേറെ രീതിയിൽ മഞ്ജു ചേച്ചിയുടെ ഒരു ചെറിയ കട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എവിടെ ഈ ഒരു കണ്ണാടിയുടെ പവർ മാറ്റണം വെച്ചാലും കണ്ണ് വെച്ചാൽ ഞങ്ങളായിരിക്കാം റിലേറ്റഡ് ഒരു മടിയില്ല. റൊമാൻസ്, ഡ്രാമ. ഈ കൊറിയൻ സീരീസിന്റെ ഒക്കെ ഫാനാണോ? അല്ല, ചെറിയ ക്രഷ് ഉണ്ട്, പക്ഷെ ആരാണെന്ന് പറയില്ല. ഹായ് ഹലോ, അപ്പോൾ മെട്രിക്സ് ഇവന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാ തവണയും കാണാറുള്ളത് നമ്മുടെ ഇവന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവന്റ്സിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ കല്യാണത്തിന്റെ സമയത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും അല്ലേ കാണാറുള്ളത്. അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരു ഫുഡ് ബ്ലോഗ് ഒക്കെ ആയിരിക്കും നമ്മൾ സാധാരണ നമ്മുടെ പേജിൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വ്യത്യാസമായിട്ട് ഒരു ഇന്റർവ്യൂ എടുക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും UK ഓക്കെ എന്ന പടത്തിലൂടെ, അതായത് നമ്മുടെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന പടത്തിലൂടെ പരിചയമുള്ള അല്ലെങ്കിൽ കുറേ ഡാൻസ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള സാരംഗിയാണ് ഇന്ന് നമ്മൾ സാരംഗി ഇന്റർവ്യൂ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്യാമറയുടെ പിന്നിൽ നമ്മുടെ ഹുസൈൻ ഉണ്ട്, ഞങ്ങളുടെ സാരഥി കണ്ണൻ ചേട്ടനുണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് സാരഥിയെ പിക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ കാറിൽ തന്നെയായിരിക്കും ഇന്റർവ്യൂ ഫുള്ളായിട്ട് കണ്ടക്ട് ചെയ്യുക. സാരംഗി കൂടി പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് കാറിൽ വെച്ച് തന്നെ ആയിരിക്കും നമ്മുടെ ഇന്റർവ്യൂ ഫുള്ളായിട്ട് കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, മഴയും വെയിലും രണ്ടുമില്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന ക്ലൈമറ്റ് ആണ്. നല്ലൊരു ക്ലൈമറ്റിൽ പോവാണ്. പക്ഷേ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. കഴക്കൂട്ടത്ത് നിന്ന് നമ്മൾ ആറ്റിങ്ങിൽ നിന്ന് വരുവാണ്. അപ്പോൾ കഴക്കൂട്ടത്ത് നമ്മൾ 1 കിലോമീറ്റർ പാസ് ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം അരമണിക്കൂറോളം ഞങ്ങൾ ഒരിടത്ത് തന്നെ നിൽക്കുമായിരുന്നു. അത്രയ്ക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമ്മളൊരു 11 മണിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. 11 മണിക്ക് നമ്മൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ബിക്കോസ് നേരത്തെ ബ്ലോക്ക് ആണെന്നൊരു ഐഡിയ കിട്ടിയോണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 11 മണിയാകുമ്പോൾ നമ്മളവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട്. അപ്പോൾ നമ്മളിതേ പുള്ളിക്കാരുടെ വീടിൻ്റെ സാരംഗിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. പുള്ളിക്കാർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കപ്പം അകത്തേക്ക് ചെന്ന് നോക്കാം. ഹലോ, നൈസ് ടു മീറ്റ് യു. ഹലോ. അപ്പോൾ സാരംഗി നമ്മളോടൊപ്പം വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്, കാറിലേക്ക് കയറിയിട്ടുണ്ട്. വൺസ് അഗൈൻ വെൽക്കം സാരംഗി. താങ്ക് യു. യു ലുക്ക് റിയലി ബ്യൂട്ടിഫുൾ. എനിക്കൊന്ന് വീഡിയോസിലൊക്കെ കണ്ടതിനേക്കാളും നേരിട്ട് കാണുമ്പോഴത്തേക്കും സുന്ദരിയായിട്ടുണ്ടല്ലേ? അല്ല, ശരിക്കും സുന്ദരിയായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്, കോസ്റ്റ്യൂം ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അതെ. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂലോട്ടൊന്നും പോകുന്നില്ല. അതല്ല ബെറ്റർ. ഓക്കെ. അപ്പം എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഏറ്റവും കൂടുതൽ ചോദിക്കണം എന്ന് ആഗ്രഹിച്ചത് ഡാൻസറാണ്. ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലുപരി എനിക്ക് തോന്നുന്നു ഡാൻസറാണ്. ഡാൻസിങ് ഫീൽഡ് ആണോ അല്ലെങ്കിൽ ആക്ടിങ് ഫീൽഡ് ആണോ, ഏതായിരിക്കും ഏറ്റവും ഇഷ്ടം? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഡാൻസ് എൻ്റെ പാഷനാണ്, ആക്ടിങ് എൻ്റെ പ്രൊഫഷനാണ്. സോ ആ ഒരു ഇതുണ്ട്. ഫസ്റ്റ് കംസ് എപ്പോഴും ഡാൻസ് തന്നെയാണ്. എങ്ങനെയാണ് ഈ ഡാൻസിനോടുള്ളൊരു ആഗ്രഹം? കുഞ്ഞിലെ ഞാൻ ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ആ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞ ഡാൻസ് കളിക്കാൻ മടിയായിരുന്നു. വീട്ടുകാരെ തള്ളി പിടിച്ച് എന്നെ പുഷ് ചെയ്ത് വിട്ടതായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അവരോട് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അന്ന് അവർ ആ ഒരു പുഷ് ചെയ്തത് കൊണ്ട് ഇന്ന് ഞാൻ ഒരു ഡാൻസറായിട്ട് അറിയപ്പെടുന്നു. സോ ക്ലാസിക്കൽ ഡാൻസ് എനിക്ക് തോന്നുന്നൊരു 6-7 ഇയേഴ്സ് തൊട്ട് പഠിക്കുക. ആ ഒരു, അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആ ഒരു സമയം തൊട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ ടിൽ 9th 10th ഒക്കെ ഞാൻ അത് തന്നെ ഫോക്കസ് ചെയ്തു. പിന്നെയാണ് ഈ അതർ ഫോംസ് ഓഫ് ഡാൻസ് അതർ ദാൻ ക്ലാസിക്കലിലോട്ടൊരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയതും. പിന്നെ സ്കൂളിൽ ഒരുപാട് സപ്പോർട്ടൊന്നും അല്ലായിരുന്നു കൾച്ചറൽ ആക്ടിവിറ്റീസിന്. പക്ഷേ ഞങ്ങളിങ്ങനെ കുറച്ച് പേര് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി വേറെ സ്റ്റൈൽ ഓഫ് ഡാൻസ് കളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്. അങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ 11th സ്റ്റാൻഡേർഡ് ആയപ്പോഴത്തേക്ക് 11th സ്റ്റാൻഡേർഡ് വെക്കേഷൻ ടൈമിലൊക്കെ ഞാനിവിടെ നമ്മുടെ പോൾ സ്റ്റാർ സ്റ്റുഡിയോയിലാണ് ആദ്യം പോയി തുടങ്ങിയത്. സോ അവിടെ പോയി കുറച്ച് ബേസിക്സ് ഒക്കെ പഠിച്ചു. പിന്നെ 12th ഒക്കെ ആയപ്പോഴത്തേക്ക് വീണ്ടും ഒന്ന് ഹോൾട്ട് ചെയ്യേണ്ടി വന്നു. ദെൻ അഗൈൻ ആഫ്റ്റർ 12th ഞാൻ DR ക്രൂ സ്റ്റുഡിയോയിൽ പോയി. അവിടെ ഞാൻ വീണ്ടും പഠിച്ചു. പിന്നെ കോളേജിൽ പോയി അവിടുന്ന് കുറേ അവരുടെ ടീമിന് അവിടെ 2 ടീമുണ്ടായിരുന്നു, ഈസ്റ്റേൺ ഡാൻസ് ടീം, വെസ്റ്റേൺ ഡാൻസ് ടീം. സോ ഈ 2 ടീംസിലും കയറി 2 പേരും എന്നെ സൈമിൾട്ടേനിയസ്ലി ട്രെയിൻ ചെയ്ത് എൻ്റെ ബോഡിയിൽ 2 സ്റ്റൈൽസും കയറുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു ഫ്യൂഷൻ ഉണ്ടാക്കി
ഞാൻ അങ്ങനെ ഇപ്പൊ എന്റെ സ്റ്റൈൽ സ്ട്രീറ്റ് ക്ലാസിക്കൽ എന്ന് പറഞ്ഞൊരു സ്റ്റൈലായിട്ട് ഞാൻ അത് കണ്ടിന്യൂ ചെയ്തു. എനിക്കൊന്ന് കോളേജ് ചെയ്തത് ചെന്നൈയിലാണെന്ന് തോന്നുന്നു അല്ലെ? എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ ചെന്നൈ, അതായത് നാട്ടിൽ നിന്ന് ഇവിടുന്ന് പെട്ടെന്ന് ചെന്നൈയിലേക്ക് മാറ്റിയ ഒരു എക്സ്പീരിയൻസ്? എനിക്ക് ഹോസ്റ്റലിൽ പോകണം, ഹോസ്റ്റലിൽ പോയി പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആഗ്രഹത്തിന് വേണ്ടി ചെന്നൈ പോയതാണ്. ഇവിടെ അഡ്മിഷൻ കിട്ടിയായിരുന്നു, പക്ഷെ പുറത്തു പോയി നിന്ന് തന്നെ പഠിക്കണം എന്നുള്ളൊരിതാ. പക്ഷെ വീട്ടിലൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ചെന്നൈ ബാംഗ്ലൂർ ഈ 2 നെയ്ബറിംഗ് സ്റ്റേറ്റ്സിലേ പോകാൻ പറ്റുള്ളൂ. ലൈക്ക് ആദ്യം എനിക്ക് ഡൽഹി പോകണം എന്നൊക്കെ ആയിരുന്നു, പക്ഷെ അത് അവർക്ക് അത്രയും സമ്മതമല്ലായിരുന്നു ആക്ച്വലി, പെട്ടെന്ന് 12th കഴിഞ്ഞ് അത്രയും ദൂരെ വിടാൻ. സോ ഞാൻ ചെന്നൈയിൽ പോയി മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചത്. BSc ഫിസിക്സ് ആയിരുന്നു ഡിഗ്രി. അവിടെ പോയി അവിടെ ഒരു എന്താ ശരിക്കും ഭയങ്കര ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴല്ലേ നമ്മുടെ കുറ്റങ്ങളും എന്താണെന്ന് നമ്മൾ തന്നെ കുറച്ച് അവെയർ ആവുന്നത്. സോ അതൊക്കെ പിന്നെ ഐ മാറ്റ് എ ബഞ്ച് ഓഫ് എന്താ പറയുക എക്സ്ട്രോർഡിനറി പീപ്പിൾ. കാരണം എൻ്റെ റൂംമേറ്റ്സ് ആയിട്ട് വന്നവരും എല്ലാം ഭയങ്കര നല്ല ആൾക്കാരായിരുന്നു. ആൻഡ് അവരെനിക്കിപ്പം എന്താ പറയുക ഫ്രണ്ട്സ് ഫോർ എ ലൈഫ് ടൈം അങ്ങനത്തെ ഒരു നല്ല ബോണ്ടും അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റി. പിന്നെ ഒരുപാട് പഠിച്ചു, എന്നെ പറ്റിയും കുറേ പഠിച്ചു, എങ്ങനെ ആൾക്കാരെന്താണെന്നൊക്കെ അറിയാൻ പറ്റി കോളേജിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫിലിമിലേക്ക് എനിക്ക് തോന്നുന്നു ഡാൻസിൽ നിന്നാണ്, ഡാൻസിലെ വീഡിയോസ് കണ്ടിട്ടാണ് അരുൺ സാർ ഡയറക്ടർ വിളിച്ച് വരുന്നത് അല്ലേ? അപ്പൊ ആ ഒരു കോള് വന്നപ്പം എന്താ പെട്ടെന്ന് തോന്നിയത്? ആ കോള് വന്നപ്പോൾ എനിക്കറിയില്ല, ഞാൻ പഴയ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കോള് വന്നപ്പോൾ ഭയങ്കര ഇതൊന്നും തോന്നിയില്ല, എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല. കാരണം ആ സമയത്ത് ഇതേപോലെ ഇൻസ്റ്റാ വീഡിയോസ് റീച്ച് ആകുമ്പം ഇതേപോലെ കുറച്ച് ഓഡിഷൻസ് കോൾസും അങ്ങനെ എൻക്വയറീസും വരുന്നുണ്ടായിരുന്നു ആ ടൈമിൽ. സോ ഞാനത് അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് എടുത്തില്ല. ആൻഡ് കുറേ ചുമ്മാ ഫേക്ക് കോൾസും വരുന്നുണ്ടായിരുന്നു. സോ ഇത് റിലയബിൾ ആണോ അല്ലയോ എന്നൊന്നും ആ സമയത്ത് അറിയില്ല. അപ്പോൾ ആ കോള് വന്നപ്പോൾ പിന്നെ നമ്പർ കൊടുത്തു, വിളിച്ചു സംസാരിച്ചു. ഓക്കെ പോയി കാണാം, ഞാൻ പോയി കണ്ടപ്പോൾ ഓക്കെ ഒരു അങ്ങനെ പറ്റിപ്പല്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞ് ഓഡിഷന് പോയപ്പോൾ ഇതേപോലെ ക്യാരക്ടർ റോളായിരുന്നു. ഞാൻ ആ സമയത്ത് അല്ലാതെ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ഭയങ്കര പ്രതീക്ഷ ഒന്നുമില്ല, ട്രൈ ചെയ്ത് നോക്കാം. കാരണം ആ സമയത്ത് ഓക്കെ ഇതെൻ്റെ ട്രൈയിങ് ഫേസ് ആണ്, ഐ ജസ്റ്റ് സ്ട്രഗിൾ ഫോർ എ വൈൽ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് തന്നെയായിരുന്നു. സോ അങ്ങനെ പോയി. പക്ഷെ അവിടെ ചെന്നപ്പോഴും നല്ല ക്രൂ ആയിരുന്നു അവർ മൊത്തത്തിൽ. സോ അപ്പോൾ നല്ല കംഫർട്ടബിൾ ആയി. കുറേ പേരെ എൻ്റെ സിമിലർ ഏജ് ഗ്രൂപ്പ്സിലുള്ള ആൾക്കാരെയൊക്കെ കണ്ടു, അവരുമായിട്ട് അത്യാവശ്യം നല്ല സിങ്കായി. അപ്പം ഒരു ഫൺ ആംബിയൻസ് ഉണ്ടായിരുന്നു മൊത്തത്തിൽ. പിന്നെ ഓഡിഷൻ കൊടുത്തു കഴിഞ്ഞ് ഒരു 1.5 months കഴിഞ്ഞിട്ടാണ് കോള് വരുന്നത്. ഓഡിഷൻ സമയത്ത് ഇതേപോലെ ഹീറോയിൻ ക്യാരക്ടറിൻ്റെ ഒരു ഇത് പെർഫോം ചെയ്യിപ്പിച്ചു, ക്യാരക്ടർ റോളിന് എന്ന് ആദ്യം വിചാരിച്ചത്. പക്ഷെ പിന്നെ സെലക്ട് ആയപ്പോൾ അതെ അപ്ഗ്രേഡ് ആയി. ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? മുമ്പ് ഷൂട്ടിംഗ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അതായത് സിനിമയ്ക്ക് കയറുന്നതിന് മുമ്പേ, ആക്ട് ചെയ്യാനായിട്ട് വരുന്നതിന് മുമ്പേ ഷൂട്ടിംഗ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ട്. കാരണം ഞങ്ങൾ ഈ കോവിഡ് ടൈമിൽ എൻ്റെ ബ്രദർ ഒരു അസ്പയറിംഗ് ഫിലിം മേക്കറാണ്. ഓക്കെ. അപ്പം ഞങ്ങൾ കോവിഡ് ആയിരുന്നപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്ലാറ്റിൽ കുറച്ച് പേരെ ഇങ്ങനെ ഒരു ടീമിനെ അസംബിൾ ചെയ്ത് ഞങ്ങളൊരു ചേട്ടൻ്റെ തന്നെ സ്ക്രിപ്റ്റിൽ ചേട്ടൻ തന്നെ ഡയറക്റ്റ് ചെയ്ത ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. സോ അതിൽ ഞാനും ആക്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ അല്ലാതെ പ്രൊഡക്ഷനിലും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് അറിയാം, ഇറ്റ്സ് നോട്ട് ലൈക്ക് എ വെരി ബിഗ് സെറ്റ്, പക്ഷെ ഒരു പ്രയർ എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുണ്ട്. പിന്നെ ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റും കൂടെയാണ്. സോ ഞാൻ കോളേജിലായിരുന്നപ്പോൾ അപ്പം എനിക്ക് 2 years ഓഫ് തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്യാമറയുടെ മുന്നിൽ കുഞ്ഞിലെ തൊട്ട് ഈ ഡാൻസ് ഒക്കെ കളിക്കുന്നത് കൊണ്ട് അങ്ങനെ ആ പേടി വലുതായിട്ടില്ല. പക്ഷെ ഈ കുറേ പേര് സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു 90 to 100 people ഇങ്ങനെ നിൽക്കുവാണല്ലോ. ആ സമയത്ത് അവരുടെ മുന്നിൽ പെർഫോം ചെയ്യുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു, എനിക്ക് താങ്ക്ഫുള്ളി എനിക്ക് കിട്ടിയ സെറ്റും ക്രൂ എല്ലാം ഭയങ്കര നല്ല ആൾക്കാരായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാനങ്ങ് അറ്റ് ഈസായി. സോ അതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ദ്രൻ സാറൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പം ഇന്ദ്രൻ സാറിനെയൊക്കെ മീറ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു സാറിനോടൊക്കെ? കാരണം നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റ് ആണ്, ഒരുപാട് വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എനിക്ക് ഒരുപാട് സാറുമായിട്ട് കോമ്പിനേഷൻ സീൻസ് ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഈ ഫസ്റ്റ് മൂവി ആയതുകൊണ്ടും കാര്യങ്ങൾ പഠിക്കാനും അറിയാനുള്ള ഒരു ആഗ്രഹം കാരണം ഞാൻ അല്ലാത്ത ദിവസങ്ങൾ, എനിക്ക് സീൻ ഇല്ലാത്ത ദിവസങ്ങൾ ഞാൻ വന്ന് സെറ്റിലിരിക്കുമായിരുന്നു. സോ എനിക്ക് കൂടുതൽ ഇവരുടെ ഒരു ആക്ടിങ് എബിലിറ്റി നമ്മൾ നോക്കി പഠിച്ചിട്ട് കാര്യമില്ല. കാരണം അവർ അത്രയും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് കാരണം ഇങ്ങനെ പോളിഷായി വന്ന ആക്ടേഴ്സാണ്. സോ നമുക്കതിപ്പം ജസ്റ്റ് നോക്കി പഠിക്കുന്നതിനേക്കാളും അവരെ സെറ്റിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യം ഡയറക്ടർ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് എങ്ങനെയാണ് അവർ ഉൾക്കൊണ്ട് അത് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ഈ സീനിയർ ആർട്ടിസ്റ്റിൽ നിന്നും അറിയാൻ താല്പര്യം. സോ ഞാൻ ഇപ്പോൾ ഇന്ദ്രൻ സാറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കര പ്ലെസൻറ്റാണ്.
പുള്ളി ഫുൾ ടൈം സെറ്റിൽ ചിരിച്ചുകൊണ്ടും നമ്മളെയൊക്കെ കണ്ടാലും വന്ന് ഗ്രീറ്റ് ചെയ്യും. അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, അവരുടെ കുറച്ച് ടാൻട്രംസ് നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്, കാണാറുണ്ട്. പക്ഷെ പുള്ളി ഇത്രയും സീനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും അങ്ങനെ ഒന്നുമില്ല. ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഗ്രൗണ്ടഡ്, ഡൗൺ ടു എർത്ത് ഒരു മനുഷ്യനായിരുന്നു. സോ സെറ്റിൽ ഭയങ്കര ടെൻഷനും, അതായത് പ്രൊഡക്ഷൻ്റെ നമ്മൾ ടൈം എക്സീഡ് ചെയ്യുമ്പോഴൊക്കെ ഉള്ള ഇതുണ്ടെങ്കിലും പുള്ളി പുള്ളിയെ നോക്കി കഴിഞ്ഞാൽ നമുക്കും ഓക്കെ ഒരു സമാധാനമുണ്ട്. അതെ അതെ, അങ്ങനെ ആയിരുന്നു. പിന്നെ ജോണി ചേട്ടൻ ഉണ്ടായിരുന്നു, മഞ്ജു ചേച്ചി ഉണ്ടായിരുന്നു, സംഗീത മാം ഉണ്ടായിരുന്നു. എല്ലാം ഇവരെ എങ്ങനെയാണ് സെറ്റിൽ നിൽക്കുന്നത്, എങ്ങനെയാണ് ഇവ വലിയ ഇമോഷണൽ ഇൻറ്റൻസ് സീൻസ് ഒക്കെ വരുമ്പോൾ അവരെത്ര പെട്ടെന്നാണ് ആ ക്യാരക്ടറിലോട്ട് സ്വിച്ച് ചെയ്യുന്നതും അവരതിൽ തന്നെ നിന്ന് ഡയറക്ടറിൻ്റെ വിഷനിലും കൂടെ മാത്രമാണ് അവർ സഞ്ചരിക്കുന്നത്. അത് പുള്ളി പറയുന്ന കമാൻഡ്സ് മാത്രമേ. ഇപ്പോൾ സെറ്റിൽ അവിടെ ലൈറ്റ്, ഇവിടെ സൗണ്ട്, ഇങ്ങനെ ആൾക്കാർ കുറേ ഓടുന്നുണ്ടെങ്കിലും അവരുടെ ഫോക്കസ് ആ ഡയറക്ടറിൻ്റെ കമാൻഡ്സിലും അവരുടെ ആ സീനിലും പെർഫോമൻസിലും മാത്രമാണ്. സോ അതൊക്കെ എനിക്ക് തോന്നുന്നു കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്, കാര്യങ്ങളുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡാൻസ് ആണോ ആക്ടിങ് ആണോ ഇഷ്ടം ചോദിച്ചപ്പോൾ പാഷനും പ്രൊഫഷനുമാണ്, എങ്കിലും ഡാൻസിനാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുക എന്ന് പറഞ്ഞു. പാരന്റ്സ് ഡാൻസിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് അവരാണ് ഇനിഷ്യേറ്റ് ചെയ്തത്. ഫിലിമിന്റെ കാര്യത്തിൽ, ആക്ടിങ്ങിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഫാമിലി? എനിക്കൊരു 5th സ്റ്റാൻഡേർഡ് 6th സ്റ്റാൻഡേർഡ് സമയമായിരുന്നു ഇപ്പോൾ ആക്ട്രസ് ആവണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്നും അത്രയും ബ്രോഡ് അല്ല, നമുക്കധികം വിവരമില്ല ആ ഒരു പ്രായത്തിലായതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് വിട്ടു. പിന്നെ എൻ്റെ ഫാമിലി ആണെങ്കിലും കുറച്ച് അക്കാഡമിക്കലി ഓറിയന്റഡ് ഇതാണ്. ഇപ്പം എൻ്റെ അച്ഛൻ ISRO ഒരു സയന്റിസ്റ്റ് ആയിരുന്നു, ഇപ്പം റിട്ടയറായി. അമ്മ കോളേജ് പ്രൊഫസറായിരുന്നു. എൻ്റെ ചേട്ടൻ ഒരു IT കമ്പനിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ്. പക്ഷെ ഇവരെല്ലാം റാങ്ക് ഹോൾഡേഴ്സും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഞാനും ആ ഒരു പ്രായത്തിൽ അങ്ങനെ അക്കാഡമിക്കലി ഓറിയന്റഡ് ആയിട്ട് പോവാം എന്നുള്ളൊരു ഇതിലായിരുന്നു. ഈ നമുക്ക് റാങ്ക് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ പഠിത്തത്തിലാണ് നമ്മൾ എക്സൽ ചെയ്യാൻ പോകുന്നത്, ഇതാണ് നമ്മുടെ സംഭവം എന്നൊക്കെ നമുക്ക് ആ സമയത്ത് തോന്നും. അപ്പം എനിക്ക് 12th കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല സ്കൂൾ ടോപ്പറായിരുന്നു. അപ്പം ആ ഒരു രീതിക്ക് തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നിന്നത്. പക്ഷേ ഞാൻ ഫിസിക്സ് മെയിൻ എടുത്തത് തന്നെ ന്യൂറോ സയൻസ് PG എടുക്കണം, റിസർച്ച് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളൊരു പഠിത്തത്തിലേക്ക് ഭയങ്കര ഇതായിട്ട് പോകാനായിരുന്നു. പക്ഷെ ഒരു 2nd ഇയർ ആയപ്പോഴത്തേക്കും എനിക്ക് പറ്റും, ഞാൻ കോളേജിൽ കയറിയിട്ട് ഒരുപാട് ഈ അക്കാഡമിക്സ് ഉണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും കൾച്ചറൽ ആക്ടിവിറ്റീസ് വേണം. സോ ഞാൻ ഈ തിയേറ്ററിൽ ജോയിൻ ചെയ്തു, വെസ്റ്റേൺ ടീമിൽ ജോയിൻ ചെയ്തു, ഈസ്റ്റേൺ ക്ലാസിക്കൽ ടീമിൽ ജോയിൻ ചെയ്തു. അതിൻ്റെ കൂടെ എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷൻസ് വന്നു. അപ്പോൾ എനിക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. സോ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഏതെങ്കിലും ഒരു പാത്ത് ഞാൻ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം എനിക്ക് മനസ്സിലായി ഡാൻസ് തന്നെയാണ് എൻ്റെ കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ഈ എല്ലാ വർഷങ്ങളും. എനിക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്ന എൻ്റെ ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു ഡിസയർ എന്ന് പറയുന്നത് ഡാൻസ് തന്നെയാണ്. സോ അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഇത് കഴിഞ്ഞ് ഡാൻസിലോട്ട് ഇറങ്ങുകയാണ്. അപ്പം എൻ്റെ ചേട്ടൻ എന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഒരു പക്ഷെ ഞാനായിരുന്നു ആദ്യത്തെ കുട്ടിയെങ്കിൽ എൻ്റെ ഫാമിലി എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ ചേട്ടനായിരുന്നു ഓക്കെ എനിക്ക് ഡാൻസ് വേണമെന്ന് തോന്നുന്നെങ്കിൽ അവളത് പെർസ്യൂ ചെയ്തോട്ടെ എന്നുള്ളത്. എൻ്റെ അച്ഛനെയും അമ്മേനെയും എനിക്ക് കൺവിൻസ് ചെയ്യേണ്ടി വന്നില്ല, കാരണം ആ ജോലി എൻ്റെ ചേട്ടനാണ് ചെയ്തത്. സോ അങ്ങനെ അത് സ്മൂത്ത് ആയിരുന്നു. സോ ഞാൻ ആഫ്റ്റർ ഡിഗ്രി തന്നെ ഞാനിങ്ങനെ ഡാൻസ് റീൽസ് ഇട്ട് തുടങ്ങി. പിന്നെ ഓഡിഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും അതെല്ലാം സപ്പോർട്ടായിരുന്നു പിന്നീട് ഫാമിലി. എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഫാമിലി നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര ആ സ്ട്രഗിൾ കുറച്ചുകൂടെ സ്മൂത്ത് ആവും. ഏതൊരു ജേർണി കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും. യെസ് അത് എൻ്റെ ഫാമിലി, ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. എൻ്റെ ഫാമിലി അങ്ങനെ കാര്യത്തിൽ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാത്തിനും. എനിക്ക് ഇപ്പം ചില കാര്യത്തിൽ ഞാൻ വെറുതെ ആങ്ഷ്യസ് ആകുമ്പോഴും ഒക്കെ അവരാണ് മോർ ദാൻ ഫ്രണ്ട്സ് അല്ലെങ്കിൽ വേറെ ആരെക്കാളും എൻ്റെ ഫാമിലി തന്നെ എൻ്റെ കൂടെ നിന്ന് ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഓക്കെ, ദിസ് ടു ഷാൽ പാസ് എന്നുള്ളൊരു ഇത് വരുന്നത്. ഫിലിമിന്റെ കാര്യത്തിലും ആക്ടിങ്ങിന്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയായിരുന്നു. അതെ ഡാൻസിൽ നിന്ന് പിന്നെ ആക്ടിങ്ങിലോട്ടൊരു സ്റ്റെപ്പ് കയറിയ പോലെ ആയിരുന്നു. അപ്പം അതിനും സപ്പോർട്ടായിരുന്നു. കാരണം ഇപ്പോൾ ഷൂട്ടിൽ സെറ്റിൽ പോകുമ്പോഴും ഒക്കെ എൻ്റെ അമ്മ ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ട്. പ്രൊമോഷൻസ് മാത്രമേ ഉള്ളൂ അമ്മ വരായിരുന്നു, ബാക്കി ത്രൂ ഔട്ട് ദ ജേർണി അമ്മ ഉണ്ടായിരുന്നു കൂടെ ഉണ്ടാവും. അപ്പോൾ ഡാഡീസ് ലിറ്റിൽ പ്രിൻസസ് ആണോ അതോ അമ്മക്കുട്ടിയാണോ? അമ്മക്കുട്ടിയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കംഫോർട്ട് സോൺ അതെ എന്ത് ഒരു ചെറിയ പ്രശ്നമാണല്ലോ അമ്മയാണ് എൻ്റെ എല്ലാം. ഒരു പേഴ്സൺ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കംഫോർട്ട് സോൺ, അല്ലെങ്കിൽ പെട്ടെന്ന് വിഷം വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് പോയിരിക്കുന്ന തിരുവനന്തപുരത്തിലേക്ക് വരികയാണ് ഞാൻ, അങ്ങനെ പോയിരിക്കുന്ന എന്തെങ്കിലും സ്ഥലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഇപ്പോൾ എൻ്റെ സ്കൂൾ ഫ്രണ്ട്സ് എല്ലാം ട്രിവാൻഡ്രം ആയതുകൊണ്ട് ഞാൻ എപ്പോൾ ട്രിവാൻഡ്രം വന്നാലും ഞങ്ങൾ എല്ലാവരും ഇറങ്ങും.
പോവും. അപ്പം ഇവിടെ ഇപ്പൊ കനകുന്ന് എല്ലാ വിഷമം വന്നാലും എല്ലാ വിഷമം പോയി സംസാരിക്കുന്ന സ്പോട്ട് കനകുന്ന്. ഐ തിങ്ക് ഫോർ ട്രിവാൻഡ്രത്തുള്ള എല്ലാവർക്കും അത് തന്നെയാണ്. പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്കിൽ പോവാറുണ്ട്. മറ്റേ നമ്മുടെ കവടിയാറുള്ള വിവേകാനന്ദ ആ സ്റ്റാച്ചു ഉള്ള അവിടെ പോവാറുണ്ട്. ഈ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ അടുത്തൊരു ചെറിയൊരു സ്പോട്ടുണ്ട്, ഒരുപാട് പേര് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, പക്ഷെ അവിടെ ഇങ്ങനെ ഒരു കുറച്ച് സീറ്റിംഗ് ഒക്കെ ഏരിയ ഉള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ പോവാറുണ്ട്. സോ ഇതൊക്കെയാണ് ഞങ്ങൾ പോയിരുന്ന നമ്മുടെ എല്ലാം റാൻഡിങ് സെഷൻസ് അല്ലെങ്കിൽ വെന്റിങ് ഔട്ട് സെഷൻസ് ഫ്രണ്ട്സുമായിട്ടൊക്കെ നടക്കുന്ന പോയിന്റ്സ് ഇതൊക്കെയാണ്. ഒരു ട്രിവാൻഡ്രത്തിന്റെ ഒരു ഹിഡൻ ജെം അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇതുവരെ എവിടെയെങ്കിലും? ഹിഡൻ ഞാൻ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ പോയപ്പോൾ ആ ഒരു സ്പേസ് ഞാൻ ആ ഒരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ചു. കരമനയാണ്. കരമന ഒരു വാക്ക് വേ ഉണ്ട്. കരമന നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് അത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞങ്ങൾ ഇതേപോലെ ഒരു ദിവസം പോയപ്പം ഞങ്ങൾ ഈ ഫ്രണ്ട്സ് എപ്പോഴും ഇറങ്ങാറുണ്ട് ഇതേപോലെ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ ഇറങ്ങി ചുമ്മാ അവിടെ ഇവിടെയൊക്കെ തിരിച്ച് നടക്കും. അപ്പോൾ അങ്ങനെ പോയപ്പോൾ കണ്ടതാണ്. ഇപ്പോൾ പുതിയതായിട്ട് എനിക്ക് തോന്നുന്നു അവർ റിനോവേറ്റ് ചെയ്ത് കുറച്ച് നല്ലൊരു വൈബായിട്ട് സെറ്റ് ചെയ്ത സ്ഥലമാണ് ഈ കരമന വാക്ക് വേ. അത് നല്ലൊരു സ്പോട്ടായിട്ട് തോന്നി. കാരണം അധികം ക്രൗഡഡ് ആയില്ല, ആൾക്കാർ അറിഞ്ഞ് വന്നിട്ടില്ല. സോ അതുകൊണ്ടൊരു സമാധാനമുണ്ട്. ഓക്കെ, അപ്പോൾ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണോ? ട്രാവൽ ചെയ്യും, നന്നായിട്ട് ട്രാവൽ ചെയ്യും. ഭയങ്കര ട്രാവലർ എന്നാലും ട്രാവൽ ചെയ്യും, എൻജോയ് ചെയ്യുന്ന ആളാണ്. പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് എങ്ങനെ? ഔട്ട്സൈഡ് ബാലിയില്, ഐ മീൻ ഇന്തോനേഷ്യയിലെ ഗില്ലി ഐലൻഡ്സ്. ഓക്കെ, റീൽസിലൊക്കെ ഒരുപാട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഗില്ലി ട്രവങ്കൻ എന്ന് പറഞ്ഞു. ഗില്ലി ഐലൻഡ്സിലെ തന്നെ ഒരു ഐലൻഡാണ് ഗില്ലി ട്രവങ്കൻ. അയ്യോ, എന്നെ സംബന്ധിച്ച് അതൊരു പാരഡൈസ് ആണ്. ഐ റിയലി ലവ് ദാറ്റ് പ്ലേസ്. ഫുഡിയാണോ? ഫുഡ് കഴിക്കോ സാധനം? നന്നായിട്ട് ഫുഡ് കഴിക്കും. അപ്പം ആര് വന്ന് ചോദിച്ചാലും പെട്ടെന്ന് വന്ന് ചോദിച്ചാലും നോ പറയാത്തൊരു ഡിഷ് ഇപ്പൊ പെട്ടെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പിസ്സ ഇല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചാൽ എല്ലാവർക്കും പെപ്പറോണി പിസ്സ എന്ന് കേട്ടാലേ പോവാം, ആ ഒരു വൈബാണ് അല്ലേ? ഓക്കെ, അപ്പം പിസ്സ അല്ലാതെ, ഫുഡ് അല്ലാതെ വേറെ ആരെങ്കിലും വന്ന് ചോദിക്കുകയാണ് നമുക്കിത് ചെയ്താലോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയാലോ ഇങ്ങനൊരു കാര്യം പ്ലാൻ ചെയ്താലോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ട്രിപ്പ് ഫുഡ് അല്ലെങ്കിൽ ട്രാവലിംഗ്, അതാണ് ട്രിപ്പ് പോവാൻ. പിന്നെ ഇതേപോലെ ഓക്കെ, അപ്പം ഒരു ഡെയിലി റൊട്ടീൻ എങ്ങനെയാ? രാവിലെ എണീറ്റ് വെളുപ്പിനെ എണീറ്റ് കുളിച്ച് ഫ്രഷായി ബുക്കൊക്കെ വായിച്ച് ആ ഒരു വൈബാണോ, അതോ ലേറ്റ് ആയിട്ട് എണീറ്റ്? ഞാൻ ആക്ച്വലി കളരി പഠിക്കുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയതാണോ? കുറച്ച് നാളായി. ഓക്കെ, അപ്പം എനിക്ക് കളരി ക്ലാസ് വരുന്നത് രാവിലെ 6:15. സോ ഐ ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. സോ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഇടയ്ക്കൊക്കെ, നോട്ട് വെരി റെഗുലർ, ബട്ട് ഈ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പറ്റുമ്പോഴൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. സോ രാവിലെ പിന്നെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യും. എന്റെ ഡേ ഇൻ മൈ ലൈഫ് ആണോ ചോദിക്കുന്നത്? അങ്ങനെ പറയാം, അങ്ങനെയാണല്ലോ ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഇതാണ്. പിന്നെ ഈ ഒരു മൂവിയിലൊക്കെ കയറിയതിന് ശേഷം എനിക്ക് എപ്പോഴും കോൺസ്റ്റന്റ്ലി ഞാൻ കൊച്ചിയിലോട്ട് ട്രാവൽ ചെയ്യേണ്ടി വരാറുണ്ട്. സോ ഒട്ടും ഡിസിപ്ലിൻഡ് അല്ല ലൈഫ്. ഇങ്ങനെ ഓരോ ദിവസം ഓരോ രീതിയിലായിരിക്കും. ഫിലിംസ് ഒക്കെ നന്നായിട്ട് കാണുന്ന ആളല്ലേ? അപ്പൊ ഏതെങ്കിലും ക്യാരക്ടർ കണ്ടപ്പോ തോന്നിയോ ഈ ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഇതെനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് മണിച്ചിത്രത്താഴിലെ ശോഭന ചേച്ചി ചെയ്ത പോലെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്നുണ്ട്. ഓൾ ദ ബെസ്റ്റ്, ചെയ്യാൻ പറ്റട്ടെ, ഫ്യൂച്ചറിൽ ചെയ്യാനായിട്ട് പറ്റട്ടെ. ബിക്കോസ് എനിക്കൊന്ന് മലയാളം ഫിലിമിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫിലിം ആണ്, ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടട്ടെ, ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അപ്പൊ അമ്മക്കുട്ടിയാണെന്ന് പറഞ്ഞു. ഇന്നിപ്പം അമ്മ ഇല്ല, നമുക്ക് കാറിലേക്ക് അമ്മ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയുടെ ക്യാരക്ടേഴ്സിൽ ഏതെങ്കിലും ഈ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അമ്മയുടെ ക്യാരക്ടർ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, അമ്മയുടെ പിള്ളേർക്ക് വേണ്ടി അമ്മ സെൽഫ്ലെസ് ആണ്. ഒരു അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ടാണ് അമ്മയുടെ സൈഡിൽ നിന്ന്. അത് ഒരുപക്ഷെ ഞാൻ ഭാവിയിൽ ഒരു അമ്മയാവുമ്പോൾ അങ്ങനെ ആവാതിരിക്കാം, പക്ഷെ അങ്ങനെ ആണെങ്കിൽ നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു അമ്മയാവാൻ, എൻ്റെ അമ്മയെ പോലെ അത്രയും പിള്ളേരെ സ്നേഹിക്കുന്ന, അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡി ആവുന്ന ആ ഒരു മനസ്സിനെ ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഡാൻസറാണ്, ആർട്ടിസ്റ്റാണ്. ഇപ്പം ഇത് രണ്ടും അല്ലായിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പഠിച്ച് എവിടെ എത്തുമായിരുന്നു? എന്തായിരുന്നു അങ്ങനെ ഒരു പാഷൻ? ഇന്ന ആവണം, ഇതാണ് എൻ്റെ ഡ്രീം ജോബ്, അങ്ങനെ എന്തെങ്കിലും? ഡ്രീം ജോബ് എന്ന് ചോദിച്ചാൽ ഐ തിങ്ക് എനിക്ക് സയൻറ്റിഫിക്കലി ഹ്യൂമൻ ബോഡീനെ പറ്റി പഠിക്കാനായിരുന്നു കൂടുതൽ
ഇഷ്ടം. ബയോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റ്. ബയോളജി ആയിരുന്നു എന്റെ ഫേവറേറ്റ് സബ്ജക്ട്. ഇങ്ങനെ കീറി മുറിക്കണം, മനുഷ്യനെയൊക്കെ കീറി മുറിക്കണം, അതിലൊക്കെയാണ്. അങ്ങനെ കീറി മുറിക്കാൻ വലിയ സൈക്കോളജിയാണോ? അല്ല, അങ്ങനെയല്ല, ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാ അങ്ങനെയൊക്കെ. അതാണ് ഞാൻ ന്യൂറോ സയൻസ് എന്നുള്ളൊരു ഇതെടുത്തത്. എനിക്ക് നമ്മുടെ ഹൗ മൈൻഡ് അല്ലെങ്കിൽ ഹൗ ബ്രെയിൻ വർക്ക്സ്, സൈക്കോളജി അങ്ങനെയൊക്കെ അറിയാനാണ് കൂടുതൽ. മേ ബി എനിക്ക് തോന്നുന്നു ഞാൻ ഇനിയും പോസിബിൾ ആണ്. ഓഫ് കോഴ്സ് പോസിബിൾ ആണ്. ചിലപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു ഫീൽഡ് ചൂസ് ചെയ്തെന്നിരിക്കാം, സാധ്യതയുണ്ട്. അപ്പം സാരംഗിയുടെ ക്യാരക്ടറിൽ ഭയങ്കര ക്രേസി ആയിട്ട് തോന്നുന്നൊരു ക്യാരക്ടർ, എന്തെങ്കിലും ഒരു ശീലം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ? പെട്ടെന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്താ ഈ കുട്ടി ഇങ്ങനെ എന്ന് ചിന്തിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടാവും, എല്ലാവർക്കും എന്തെങ്കിലും ഒന്ന് ഉണ്ടാവും. എനിക്ക് കുറച്ച് എക്സ്ട്രീം മൂഡ് സ്വിങ്സ് ഉണ്ട്. മൂഡ് സ്വിങ്സ് ആളാണല്ലേ? ഓക്കെ. അപ്പം എന്നെ അടുത്തറിയാവുന്നവർക്ക് അറിയാൻ ഹാൻഡിൽ ചെയ്യാൻ അങ്ങനെ അത്ര എളുപ്പമല്ല. ചിലപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ചിലപ്പോൾ ഒരു ഡയലോഗിലായിരിക്കാം ഞാൻ ഫുൾ കംപ്ലീറ്റ്ലി ഡൗൺ ആയി, പിന്നെ കുറച്ച് നേരത്തേക്ക് സോൺ ഔട്ട് ആവും. അങ്ങനത്തെ കുറച്ച് വൃത്തിയിട്ട സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. ഐ തിങ്ക് അത് എനിക്കല്ല, മറ്റൊരാൾക്ക് അത് കുറച്ച് ക്രേസി ട്രൈറ്റ് ആയിട്ട് തോന്നുന്നു എന്നിൽ. കാരണം ഇങ്ങനെ ചാടി കളിക്കുമ്പം ആൾക്കാർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാവില്ല. ആണ് എല്ലാവരോടും അങ്ങനെയല്ല, വളരെ ക്ലോസ് ആയിട്ടുള്ളവരോട് മാത്രം അങ്ങനെ ചെയ്യാറുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഉള്ളിലൊരു കുറച്ച് എനിക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ട്രൈറ്റ്. എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ക്യാരക്ടർ എന്താ, അതായത് സാരംഗിക്ക് ഇഷ്ടപ്പെട്ട സാരംഗിയുടെ ഒരു ക്യാരക്ടർ, ഇതിൽ ഈ കാര്യത്തിൽ ഞാൻ പുള്ളിയാണ് അങ്ങനെ തോന്നിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചാ ഞാൻ ചില റിലേഷൻസിൽ ഞാൻ ഭയങ്കര ഓണസ്റ്റ് ആൻഡ് ലോയലാണ്. അതെനിക്ക് തോന്നുന്നു അതെൻ്റെ ഒരു ഈ കാലഘട്ടത്തിൽ ലോയലായിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പോസിറ്റീവ് പോയിന്റ് ആണ്. ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ചില സ്ഥലങ്ങളിൽ അത് പണി തരാറുണ്ട്, ചിലർക്ക് അത് അക്സെപ്റ്റബിൾ അല്ല. പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്. അത് മറ്റൊരു ഇതിലും വേണമെങ്കിൽ പറയാം, കുറച്ച് ക്രേസി ട്രേ. എനിക്ക് എന്തെങ്കിലും തോന്നിയാൽ എനിക്ക് അടുത്തറിയാവുന്ന ആളാണെങ്കിൽ എനിക്ക് അത് അപ്പം മുഖത്ത് നോക്കി പറയണം. പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പറ്റില്ല. അത് എൻ്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ എൻ്റെ മാനറിസംസിൽ അത് എങ്ങനെയെങ്കിലും വരും. സോ എനിക്ക് എന്തെങ്കിലും അയാളോടൊരു പ്രശ്നം അല്ലെങ്കിൽ അയാൾ ചെയ്തൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ അത് ഭയങ്കരമായിട്ട് പറയും. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് പറയണം. അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഉറക്കം വരില്ല അന്നത്തെ ദിവസം. ദേഷ്യം വന്നാൽ എന്തെങ്കിലും എടുത്തെറിഞ്ഞ് പൊട്ടിക്കുന്ന അങ്ങനത്തെ ശീലങ്ങളൊക്കെ ഉണ്ട്. ദേഷ്യം വന്നാൽ സ്വാഭാവികമായിട്ടും ആ ദേഷ്യം പോലെ എന്താ ചെയ്യുക? ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു, പക്ഷെ ഓവർ ദി ഇയേഴ്സ് ഞാനത് കൺട്രോൾ ചെയ്ത് കുറച്ച് ഇപ്പോൾ അത്യാവശ്യം ഇതാണ്. പക്ഷെ ദേഷ്യം ഓവർ റേജ് വന്നാൽ എനിക്ക് നല്ല നിലവിളിച്ച് എന്തെങ്കിലുമൊക്കെ എറിയണം എന്നുള്ള വരാറുണ്ട്. നമ്മുടെ അങ്ങോട്ട് മണിച്ചിത്രത്താഴിലേക്ക് പോകും, നാഗവല്ലി വിളിക്കാറുണ്ട്. അപ്പൊ കട്ടിലേക്ക് ഒന്ന് പൊക്കണം, എന്നാലും ആ ഒരു ദേഷ്യം പറഞ്ഞല്ലേ. ഒരുപാട് സന്തോഷം വന്നാൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? സന്തോഷം വന്നാൽ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ അമ്മയെ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അങ്ങനെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇതാ ചെയ്യുന്നത്. എല്ലാവരും ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊഞ്ചി നടക്കുന്ന ഒരു ക്യാരക്ടർ. അപ്പം എൻ്റെ അച്ഛനെയും അമ്മേനെയും ചേട്ടനെയൊക്കെ പോയി എന്താ പറയാ മുറുക്കി കെട്ടിപ്പിടിച്ച് ഇത് ചെയ്യുക, പിന്നെ ഡാൻസ് കളിക്കും. ഡാൻസ് ചെയ്യും. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ, ഡാൻസ് ചെയ്യുന്നവരൊക്കെ ഒരുപാട് സന്തോഷം വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒക്കെ ഞാൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഡാൻസ് ചെയ്യുക. അതെ, ജസ്റ്റ് ചുമ്മാ പാട്ടിട്ട് എൻ്റെ റൂമിൽ തന്നെ എനിക്ക് ഡാൻസ് ഇങ്ങനെ സ്പെസിഫിക് കേൾക്കാനൊന്നുമില്ല. ഡാൻസ് ചെയ്യുമ്പോൾ ഇല്ല എനിക്ക് ആ സമയത്ത് എന്താണോ കേൾക്കാൻ തോന്നുന്നത് അതിൽ കേൾക്കും, ഞാൻ അതിൽ ഡാൻസ് ചെയ്യും. പിന്നെ എനിക്ക് പാട്ട് അല്ലാതെ പാട്ട് കേൾക്കാനും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം ഞാൻ എപ്പോഴും പാട്ട് കേട്ടുകൊണ്ട് നടക്കുന്ന ഒരു എപ്പോഴും ഉണ്ടാവും. ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ഞാൻ സ്പീക്കർ തന്നെ വെച്ചേക്കും റൂമിൽ, എപ്പോഴും ഓണായിട്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരാളാണ്. പാടാറുണ്ടോ? നിർബന്ധിച്ചാൽ ചിലപ്പോ ഒന്ന് പാടും അല്ലേ? ഇല്ല, ഇവിടെ എന്തായാലും പാടില്ല, നിർബന്ധിക്കണ്ട. പാടാറുണ്ടോ? വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോ മാത്രം പാടും. സിംഗറാണ്. അതെ, അങ്ങനെയുള്ള അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയ, എനിക്ക് അമ്മക്കുട്ടിയാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ അമ്മയിലേക്ക് പോകുന്നത്. അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും ക്വാളിറ്റീസ് ഉണ്ടോ? ലൈക്ക് അമ്മ നന്നായിട്ട് എഴുതുമായിരുന്നോ, ഞാൻ എഴുതും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അമ്മയുടെ? എനിക്ക് തോന്നുന്നു എൻ്റെ പഠിക്കാനുള്ള കഴിവ് എനിക്ക് എൻ്റെ അമ്മയുടെ കിട്ടിയത്. അച്ഛൻ കുറച്ചുകൂടെ ഒരു ലോജിക്കൽ കൈൻഡ് ഓഫ് ബ്രെയിൻ ആണ്. എനിക്ക് അമ്മയുടെ ബ്രെയിനാണ് കിട്ടിയിരിക്കുന്ന എന്റെ വിശ്വാസം. എന്റെ ചേട്ടന് കിട്ടിയിരിക്കുന്ന എന്റെ അച്ഛന്റെ
കൈൻഡ് ഓഫ് ബ്രെയിനാണ്, കുറച്ചുകൂടെ ലോജിക്കൽ റീസണിങ്, പ്രാക്ടിക്കൽ, അങ്ങനത്തെ ഒരു ഇത്. ഞാൻ കുറച്ചുകൂടെ ഒരു ബൈ ഹാർട്ടിങ്, ഫോട്ടോഗ്രാഫിക് മെമ്മറിയൊക്കെയാണ് എനിക്ക് കൂടുതൽ സ്ട്രോങ്ങർ. പഠിത്തത്തിൽ അതെല്ലാം അങ്ങ് പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ബയോളജി ഇഷ്ടം, കാരണം എനിക്ക് ബൈ ഹാർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. അതുകൊണ്ട് എനിക്കൊന്ന് ആ ഒരു ബ്രെയിൻ കിട്ടിയത് എൻ്റെ അമ്മയുടെ നിന്നാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ പഠിച്ചു, എനിക്കൊന്ന് സ്കൂളിംഗ് അല്ല ഇവിടെയായിരുന്നു, കോളേജ് ചെന്നൈയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരുമായിട്ടാണ് ക്ലോസ് കൂടുതലും? ഇവിടുത്തെ ഫ്രണ്ട്സുമായിട്ടാണോ? കുറച്ച് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യനാണ് ചോദിക്കരുത്. എനിക്ക് തോന്നുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് അത്ര ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരുന്നോ? എങ്ങനെയാ? ഉണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു സ്കൂളില് 8th തൊട്ടൊക്കെ ഉള്ള ഫ്രണ്ട്സാ. സോ ഐ തിങ്ക് 8, 9, 10, 11, 12, പിന്നെ ഇപ്പോ 4 to 5 years ആവുന്നില്ലേ. സോ ഓൾമോസ്റ്റ് 10 years ഓഫ് ഫ്രണ്ട്ഷിപ്പാണ് സ്കൂൾ ഫ്രണ്ട്സുമായിട്ട്. കോളേജ് ഫ്രണ്ട്സുമായിട്ടുള്ള ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മള് ഓട്ടോച്ചേട്ടൻ നമ്മൾ സംസാരിക്കുന്ന ഇഷ്ടപ്പെടില്ലെന്ന് തോന്നുന്നു. കോളേജിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹോസ്റ്റലില് അണ്ടർ ദ സെയിം റൂഫ് നിൽക്കുമ്പോൾ നമ്മുടെ കുറെ റോ ക്യാരക്ടേഴ്സ് നമ്മൾ പുറത്തെടുക്കും. ഒരുപാട് നമ്മുടെ ബിഗ് ബോസിൽ നമുക്ക് അങ്ങനെ ഹൈഡ് ചെയ്ത് ഒരു ലിമിറ്റ് വരെ നമുക്ക് അങ്ങനെ ഭയങ്കര പോളിഷ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമ്മുടെ തനി സ്വരൂപം എന്താണോ അത് നമ്മൾ കാണിക്കും. അതറിഞ്ഞ് അത് അക്സെപ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ്, അത് വേറൊരു സുഖമാണ്. സോ എനിക്കൊന്ന് രണ്ടും ഭയങ്കര, എനിക്കങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റില്ല. അത് രണ്ടും എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് കൂട്ടരും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിലെ രണ്ട് സിറ്റുവേഷനിൽ. അതെ, എൻ്റെ രണ്ട് ഫേസിൽ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത രണ്ട് ഗ്രൂപ്പ്സ് ആണ്. സോ എനിക്ക് അങ്ങനെ ഇന്ന ഫേസ് അതൊന്നുമില്ല. അത് രണ്ടുപേരും എനിക്ക് ഭയങ്കര ഇതാണ്. ചെന്നൈയിൽ കോളേജിൽ ഒരുമിച്ച് പഠിച്ച പകുതി പേരും പടം കണ്ടിട്ടുണ്ടോ? ഉണ്ട്. കാരണം അവര് പലരും എൻ്റെ ഫസ്റ്റ് ഷോയ്ക്ക് ഇവിടെ, അവരൊക്കെ ബാംഗ്ലൂരിൽ ജോലിയൊക്കെ ആയി വർക്ക് ചെയ്യുന്ന നല്ല തിരക്കുള്ള ആൾക്കാർ. പക്ഷെ അവരെന്റെ ഫസ്റ്റ് ഷോയ്ക്ക് നാട്ടിൽ വന്നു, എന്റെ കൂടെ തിയേറ്ററിൽ സിനിമ കണ്ടു. സോ അത്ര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ്. സോ എനിക്ക് രണ്ടുപേരും ഇപ്പം ഇപ്പൊ സ്കൂൾ ഫ്രണ്ട്സിന് വേറെ കുറച്ച് തിരക്ക് വന്നുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. പക്ഷെ കോളേജ് ഫ്രണ്ട്സ് വന്നു, അവർ കണ്ടു. അതെ, അവരെല്ലാത്തിലും. ഇപ്പം ഞാൻ കോളേജിലായിരുന്ന സമയത്ത് പോലും എനിക്ക് ഡാൻസ് വീഡിയോസ് ഒക്കെ ഇടയ്ക്ക് ഷൂട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ എന്നെ മേക്കപ്പ് ചെയ്യുന്നത്, എൻ്റെ കോസ്റ്റ്യൂം സെറ്റ് ചെയ്യുന്നതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. സോ ഇവരിങ്ങനെ ഇരുന്ന് ഓരോരുത്തരും നമുക്കറിയാവുന്നവരുടെ എന്നെ കോസ്റ്റ്യൂംസ് ഒക്കെ ബോറോ ചെയ്താൽ നമ്മളന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ലൈക്ക് 4 പേര് താമസിക്കുന്ന കുറച്ച് സ്പേസ് ഒക്കെ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ 2 പേര് വരും, പ്രാക്ടീസ് ചെയ്യും, അവരെ വന്ന് നോക്കിയിരുന്നു, അതിൻ്റെ കറക്ഷൻസ് പറഞ്ഞു തരും. അങ്ങനെ ഭയങ്കര എന്താ പറയുക, ഫാമിലി പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് കോളേജിൽ. അപ്പോൾ ഇപ്പോൾ അതായത് കുറച്ച് സെലിബ്രിറ്റി ആക്കി അതിന് ശേഷം എന്തെങ്കിലും സെലിബ്രിറ്റി ആയി നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അതിനുശേഷം എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? അവരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ടോ? അവരാണ് എൻ്റെ PR ടീം. അവരാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. എൻ്റെ ഇൻസ്റ്റഗ്രാം ആവട്ടെ, എൻ്റെ റീൽസ്, ഞാൻ ഏതൊരു റീൽ ഇട്ടാലും ഫസ്റ്റ് തന്നെ സ്റ്റോറി ഇട്ട് അത്, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെ, അവർക്ക് വേറെ വേറെ ചെയിൻസ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ. സോ അവരെയൊക്കെ കാണിച്ച് എന്നെ എല്ലായിടത്തും ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്യുന്നത് അവര് തന്നെയാണ്. അൺഒഫീഷ്യൽ PR ടീമാണ് അവര്. ഏകദേശം ഒരു ഐഡിയ കിട്ടി എങ്ങനെയാണ്, ഏത് ഡയറക്ഷനിലേക്കാണോ ലൈഫ് പോകുന്നത് എന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. സോ എനിക്ക് ഇന്ന ആർട്ടിസ്റ്റിന്റെ കൂടെ എനിക്ക് കപ്പിളായിട്ട്, അതായത് പെയറായിട്ട് ചെയ്യണം, അങ്ങനെ ആരാ ഉള്ളത്? ഇത് വേറെ ഇല്ല, ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് നമുക്ക് കുഞ്ഞിലെ തൊട്ടേ ഉണ്ടാവില്ലേ? ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ കുഞ്ചാക്കോപൻ സാറിന്റെ കൂടെ ഒരു സീൻ ചെയ്യണം. എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമില്ല, എനിക്ക് അഭിനയം അറിയില്ല. പക്ഷെ എനിക്ക് കുഞ്ഞിലെ തൊട്ടേ സാറിന്റെ കൂടെ ചെയ്യണം, സാറിന്റെ കൂടെ ഒരു റോൾ ചെയ്യണം. അപ്പൊ അതുപോലെ നമുക്ക് കൊച്ചിലെ തൊട്ട് ഒരാൾ ഉണ്ടാവില്ല. അതേപോലെ എനിക്ക് സൂര്യ പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇല്ല, ഫഹദിക്കയോട് മാത്രം അങ്ങനെ ഒരു അതൊരു ആരാധനയാണ് കൂടുതലും. പക്ഷെ അങ്ങനെ ഞാൻ ക്രഷ് ആയിട്ടൊന്നുമില്ല ആരോടും, അത് ഈ ഒരു ഇന്റർവ്യൂവിൽ ഉണ്ടായിരിക്കില്ല, അടുത്ത് വരുന്ന ഇന്റർവ്യൂകളിൽ കാണുമെന്ന്. മലയാളി ആർട്ടിസ്റ്റ് ആണോ? മലയാളിയാണോ അതോ മലയാളി ആർട്ടിസ്റ്റ് ആണ്? ഓക്കെ. അപ്പോൾ ഒരു മലയാളി ആർട്ടിസ്റ്റുമായിട്ടൊരു ചെറിയ ക്രഷ് ഉണ്ട്. പക്ഷെ ആരാണെന്ന് പറയില്ല. കൊച്ചിലെ തൊട്ടേ ഉള്ള ക്രഷ് ആണ്, റീസെന്റ് ആയിട്ട് വന്നൊരു ക്രഷൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. ഓക്കെ, അപ്പൊ അതങ്ങനെ ഇരിക്കട്ടെ. ലേഡീസ് ആരെങ്കിലും ഉണ്ടോ? അതായത് ആർട്ടിസ്റ്റ് ലേഡീസ് ആരെങ്കിലും ഉണ്ടോ? ആക്ട്രസ് ഉണ്ടോ ഇവരുടെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ? എത്രയും എക്സ്പീരിയൻസ് ഉള്ള ഈ ഒരു ആക്ട്രസിന്റെ കൂടെ ചെയ്ത ഉർവശി മാം. ഉർവശി മാം എത്ര വർഷമായിട്ട്. മഞ്ജു ചേച്ചി എനിക്കൊന്ന് മഞ്ജു ചേച്ചിയുടെ ഒരു ചെറിയ കട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എവിടം കൊണ്ടോ ഒക്കെ മഞ്ജു ചേച്ചിയുടെ ചെറിയൊരു കട്ടൊക്കെ മാറ്റണം. കണ്ണി വെച്ചാലും കണ്ണ് വെച്ചില്ലെങ്കിലും കാണുന്നില്ല. പക്ഷെ എനിക്ക് എന്തോ ചിരിയുടെ ആണോ എന്തോ എനിക്ക് അങ്ങനെ തോന്നി. പക്ഷെ ഇത്രയും നേരം തോന്നിയില്ല. മഞ്ജു ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ മഞ്ജു ചേച്ചിയുടെ ഒരു ഫേസ് എനിക്ക് ഓർമ്മ വന്നു.
അപ്പോൾ എനിക്ക് പെട്ടെന്നൊന്ന് കണക്ട് ആയി. ചിലപ്പം ഈ പറഞ്ഞ പോലെ കണ്ണാടിയുടെ പ്രശ്നങ്ങളായിരിക്കാം പാരമ്പര്യമായിട്ട് അപമാനിക്കുന്നു. ഇല്ല, എനിക്ക് ചിരിയുടെയാന്ന് തോന്നുന്നു, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. സമ്മതിച്ചൊന്നുമില്ലല്ലോ, അത് എന്നിട്ട് ഇപ്പൊ ഒരു താങ്ക് യു ഒക്കെ അല്ല, കേട്ടതിൽ സന്തോഷം. സത്യമാണോ അല്ലേന്ന് അറിയില്ല. അതെ. അപ്പോൾ ബ്യൂട്ടി ടിപ്സ് എന്തെങ്കിലും പറഞ്ഞാലോ? നല്ല അതോടെ ഹെയർ കെയർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്കിൻ കെയർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? റൊട്ടീൻ എന്തെങ്കിലും ഉണ്ടോ? റൊട്ടീനൊന്നുമില്ല. ഈ സത്യം പറഞ്ഞാൽ എന്റെ സ്കിൻ പോയിരിക്കുക. ഞാൻ അത് എങ്ങനെയെങ്കിലും ശരിയാക്കാനായിട്ടുള്ള ഒരു പ്രോസസ്സിലാണ് ഇപ്പൊ. സോ അതുകൊണ്ട് ഐ എം നോട്ട് ദ മടിയുണ്ടോ ചെയ്യാനായിട്ട്? ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യത്തില്ല. ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പോലെ തന്നെയാണ്. ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഞാൻ മറക്കും. ഓർത്താലും ചെയ്യില്ല. പിന്നെ ചെയ്യാം. ക്യാമറയുടെ മുമ്പിൽ കരയാൻ ബുദ്ധിമുട്ടുള്ള ആളാണോ? പെട്ടെന്ന് കരച്ചിൽ വരുന്ന ആളല്ല. കുറച്ച് പാടാ. എനിക്കത് ലൈക്ക് റിയലി ഫീൽ ചെയ്യുമ്പോഴാണ് സാധാരണ എനിക്കെപ്പോഴും കരച്ചിൽ വരുന്നത്. പക്ഷെ I've been learning techniques now. So ഞാൻ ആദിശക്തിയിലൊക്കെ പോയി ട്രെയിൻ ചെയ്തു. അപ്പോൾ എനിക്ക് അറിയാം കാര്യം. ഡാൻസുമായിട്ട് മുന്നോട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഈ അക്കാദമിക് കൂടെ കൊണ്ടുപോകണം എന്നതൊഴിച്ചാൽ വേറെ എന്തെങ്കിലും അഡ്വൈസ് അവർക്ക് കൊടുക്കാനായിട്ടുണ്ടോ? ലൈക്ക് ഡാൻസ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ എന്തെങ്കിലും? ഐ തിങ്ക് ഈ ഒരു ഫീൽഡ് ഇപ്പം ഡാൻസ് എന്നല്ല, നമുക്ക് ക്രിറ്റിസിസം ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് പഠിക്കണം. കാരണം കുറേ വെൽ വിഷേഴ്സ് ഉണ്ടാവും, പക്ഷെ അതേപോലെ ഹേറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ പൊങ്ങി വരുന്നതിൽ കണ്ണുകടി ഉണ്ടാകുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. സോ അവർ പറയുന്ന കമൻസ് ആയിക്കോട്ടെ, നമുക്കല്ലാതെ വരുന്ന ഒരു ക്രിറ്റിസിസം ആയിക്കോട്ടെ, അത് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. അത് എനിക്ക് തോന്നുന്നു എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, എസ്പെഷ്യലി ഈ ഫീൽഡിൽ നമ്മൾക്ക് അത് കുറച്ചുകൂടെ കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാർ ഇപ്പം എന്ത് പറയും അത് മാറ്റർ ചെയ്യില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും കൂടുതൽ അതിലങ്ങ് ഇതാവരുത്. അവരെന്ത് പറയും എന്ന് വെച്ചിട്ട് നമുക്കറിയാവുന്ന ഇപ്പം ഡാൻസ് ആയിക്കോട്ടെ, ഡാൻസിൽ ഇപ്പം ആരും ഒന്നിലും ഭയങ്കരമായി റിസർച്ച് ചെയ്ത് പഠിച്ചിട്ടല്ല അവർ ചെയ്യുന്നത്. അവർക്ക് കുറച്ച് നോളജ് ഉണ്ടായിരിക്കുള്ളൂ. ആ നോളജ് വെച്ചായിരിക്കും അവരത് ചെയ്യുന്നത്. അപ്പോൾ അതിനെ പുച്ഛിക്കാനും അതിനെ താഴ്ത്തി കെട്ടാനും ഒക്കെ ആൾക്കാരുണ്ടാവും. പക്ഷെ അതിൽ നമ്മൾ വീണു പോകരുത്. നമുക്ക് എന്താണോ അറിയാവുന്നത്, നമ്മളുടെ കേപ്പബിലിറ്റി എന്താണോ അത് വെച്ച് നമ്മളെ തന്നെ അപ്ലിഫ്റ്റ് ചെയ്യുക. ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ് എന്ന് പറയുന്ന പോലെ തെറ്റിൽ നിന്ന് പഠിച്ച് ഇത് ചെയ്യുക. ആ തെറ്റുണ്ടാക്കാൻ നമ്മൾ ഒരുപാട് ആലോചിച്ച് അയ്യോ അവരിത് വിചാരിക്കും അല്ലെ അവരിത് ചെയ്യുക അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന് നമ്മൾ അങ്ങനെ ഇരുന്ന് പോകും. സോ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ചെയ്താൽ അവരതെന്ത് പറയുമായിരിക്കും, അയ്യോ എനിക്കൊട്ടും അറിയില്ല എന്ന് വിചാരിക്കും. ഡസൻറ്റ് മാറ്റർ. അങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല. അവരെന്ത് വിചാരിക്കുന്നു എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് ഇരിക്കരുത്. അതാണ് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ടിപ്പ് എന്ന് പറയാം. യെസ്. അപ്പോൾ ആക്ടിങ് ഫീൽഡ്, ഫിലിം ഫീൽഡിൽ ആക്ടിങ് ഒഴിച്ചാൽ വേറെ ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും ഫീൽഡ് ഉണ്ടോ? ആക്ടിങ് ഒഴിച്ച് തന്നെ. ആക്ടിങ് ഒഴിച്ചാൽ ഐ തിങ്ക് ഞാനത് അറിയില്ല. ഡയറക്ഷൻ ഇഷ്ടമാണ്. ചേട്ടൻ്റെ കൂടെ നിന്ന് അങ്ങനെ ഒരു ഇഷ്ടം വന്നതാണോ? ചേട്ടൻ്റെ കൂടെ കാരണം ഇപ്പം എൻ്റെ ഡാൻസ് വീഡിയോസൊക്കെ ചിലതൊക്കെ ഞാൻ തന്നെ, ചിലതല്ല എല്ലാ വീഡിയോസും ഞാൻ തന്നെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഒരുപാട് അങ്ങനെ ഡയറക്ടർ ബ്രില്യൻസ് കാണിക്കാനായിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല. പക്ഷെ എന്നാലും എനിക്ക് ആ പ്രോസസ്സ് ഇഷ്ടം. അതായത് ഓക്കെ ഇന്ന ഷോട്ട് നമുക്ക് ഇവിടുന്ന് ആ സാധനം മൊത്തം അത് ഇപ്പം എൻ്റെ ചില കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഐ ഹാവ് സർട്ടൻ തിങ്സ് ഇൻ ദ ബാക്ക് ഓഫ് മൈ മൈൻഡ്. അപ്പോൾ അങ്ങനെ ചെയ്യണം, അതിനെ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഷോട്ട് എങ്ങനെ വേണം എന്നൊക്കെ ഞാൻ തന്നെ പ്ലാൻ ചെയ്ത് ചെയ്യാറുണ്ട്. സോ ഐ തിങ്ക് അതിലെനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഡയറക്ഷനിലോട് ഒരു ചെറിയ താല്പര്യമുണ്ട്. ആക്ടിങ് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഫിലിമിൽ ഇതാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ എൻ്റെ ഇപ്പം ഞാൻ ചെയ്ത ഫസ്റ്റ് മൂവി അരുൺ ചേട്ടനാണെങ്കിലും എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനിങ്ങനെ പുള്ളിയുടെ സൈഡിൽ പോയി മോണിറ്ററിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് ഞാനിങ്ങനെ എനിക്കത് അറിയാനുള്ള ആഗ്രഹമുണ്ട്. ഡയറക്ഷനാണ് അത് കഴിഞ്ഞാലുള്ളൊരു ഇതെന്ന് പറയണത്. അപ്പം ഡയറക്ഷന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഡാൻസ് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് ഐഡിയസ് ഒക്കെ വരുന്നുണ്ട്. ഡയറക്റ്റ് ചെയ്യുവാണെങ്കിൽ ഏത് ജോണറിലുള്ള ഫിലിം ആയിരിക്കും എടുക്കാം? അയ്യോ അത്രയൊന്നും എത്തിയില്ല. ഫിലിമിലേക്ക് ഫിലിം കാണുമ്പോൾ ചുമ്മാ ഒരു ഫിലിം കാണുമ്പോൾ ഏതായിരിക്കും കൂടുതലും ചൂസ് ചെയ്യുക?
ഹൊറർ ആണോ, ത്രില്ലർ ആണോ? അയ്യോ, ഞാൻ ഹൊറർ കാണാറില്ല. ഹൊറർ കാണാറില്ല. പേടിയുള്ള കൂട്ടത്തിലാണോ? പേടിയല്ല, കുഞ്ഞിലെ തൊട്ടേ അങ്ങനെ ശീലിപ്പിച്ചു, അതായത് ഹൊറർ കാണണ്ട എന്നുള്ളൊരു. സോ ഞാനും അതെ, എന്റെ ചേട്ടനും ഞങ്ങൾ ഹൊറർ ഫിലിംസ് കാണാറില്ല. കാരണം അൺവാണ്ടഡ് ഇമേജസ് നമ്മുടെ മൈൻഡ് രജിസ്റ്റർ ആയി കഴിയാൻ അങ്ങനെ ഒരു ഇതുണ്ട്. ഐ തിങ്ക് ഫീൽ ഗുഡ് റൊമാൻസ്, ഡ്രാമ. ഈ കൊറിയൻ സീരീസിന്റെ ഒക്കെ ഫാനാണോ? അല്ല, കൊറിയൻ ഒരാളെങ്കിലും എനിക്ക് കിട്ടി. ഞാൻ ആരോട് ചോദിച്ചാലും എല്ലാവരും കൊറിയൻ സീരീസിന്റെ അല്ലെങ്കിൽ കേക്ക് പോപ്പിന്റെ ഒക്കെ ആൾക്കാരാണ്. പക്ഷെ ഒരു കുറച്ച് കുട്ടികളൊക്കെ വന്ന് എന്നോട് പേരൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല. അങ്ങനെ ഒരാളെ എന്റെ കമ്പനിക്ക് ആളെ കിട്ടിയിട്ടുണ്ട് കൊറിയൻ സീരീസ് കാണാത്ത ഒരാളാണ്. ലാംഗ്വേജ് ഏതാ കൂടുതലും ചൂസ് ചെയ്യുന്നത്? ഫിലിംസ് കാണുമ്പോൾ ഏത് ലാംഗ്വേജ് ആണ് കൂടുതലും കാണാം? മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്. ഹിന്ദി കാണാറുണ്ട്. ഹിന്ദി ഈ പറഞ്ഞ പോലെ ഹിന്ദി എനിക്ക് അറിയാത്ത ഒരു ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് ഹിന്ദി ഞാൻ ഭയങ്കര പ്രൊഫഷണൽ ഒന്നും അല്ല ഹിന്ദിയില്. ബട്ട് ഐ ലൈക്ക് വാച്ചിങ് ഹിന്ദി ഫിലിംസ്, സർട്ടൻ ഫിലിംസ്. ആൻഡ് മലയാളം ആൻഡ് ഇംഗ്ലീഷ്. 3 ലാംഗ്വേജ് ആണ്. തമിഴൊക്കെ ഞാൻ കാണുന്ന കുറവാണ്, വളരെ കുറവാണ്. അതെ, അപ്പൊ നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ഇത്രയും നേരം നമ്മളൊപ്പം ട്രാവൽ ചെയ്തുകൊണ്ട് സാരംഗി നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് സാരംഗി. ഒരുപാട് തിരക്കുകൾ മാറ്റി വെച്ചിട്ട് ഇന്ന് കൊച്ചിയിൽ പോകേണ്ടതായിരുന്നു, അതൊക്കെ ക്യാൻസൽ ചെയ്തിട്ടാണ് നമ്മളോടൊപ്പം സാരംഗി ജോയിൻ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ്, താങ്ക് യു സോ മച്ച്. എൻറ്റയർ ടീമിന്റെ, മെട്രിക്സിന്റെ എൻറ്റയർ ടീമിന്റെ ഒരു ബിഗ് താങ്ക്സ് അറിയിക്കുകയാണ്. ആൻഡ് അടുത്ത വീഡിയോ കാണുന്നവരെ സാരംഗ.